വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യ ശാസ്ത്രമാണ്. അതിൽ ഒന്നാമത്തെ പാഠമാണ് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. അപ്പോൾ ഈ ഒരു പാഠത്തെ എല്ലാ പ്രവർത്തനങ്ങളും പാഠവിശകലനവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് നമുക്ക് വായിച്ചു നോക്കാം. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറിനെ കാണാൻ നമ്മൾ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതില് വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പിൻ പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അതൊരു ആദിമ മനുഷ്യന്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിനു സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ടാണ് ആ ഒരു പേര് വന്നത്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ് എന്താണ്? ആദിമ മനുഷ്യന്റെ തലയോടാണ് ചരിത്രശേഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു പുസ്തകത്തിൽ. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദിമ മനുഷ്യന്റെ ഈ ഒരു ചരിത്രശേഷിപ്പിന് ലക്ഷലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ നിങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ആ കാലത്തെ മനുഷ്യരുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാലോ? പൂർവികരെ കണ്ടെത്താം. സിനു തൻ്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുടുംബവൃക്ഷം ശ്രദ്ധിക്കൂ. ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ എത്ര തലമുറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? ഇങ്ങനെ അനേകായിരം തലമുറകൾ പിന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യനെ ചെന്നെത്താം. അതായത് നമ്മൾ ആ ഒരു വൃക്ഷം ശ്രദ്ധിക്കൂ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും, അതേപോലെ നമ്മുടെ വല്യച്ഛനും വല്യമ്മയും, അതിൻ്റെ മേലെ ആരായിരിക്കും? അവരുടെ അച്ഛനും അമ്മയായിരിക്കും. അതുവരെ നമുക്ക് ചിലപ്പോൾ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ, ആ ഒരു തലമുറ വരെ. അതിൻ്റെ മേലോട്ട് ചിലപ്പോൾ ആർക്കും അറിയില്ലായിരിക്കും. പക്ഷെ അതിങ്ങനെ പോയി പോയി തലമുറകൾ ഇങ്ങനെ ബാക്കോട്ട് പോകുമ്പോൾ എന്താവും? ആദിമ മനുഷ്യൻ്റെ അടുത്ത് എത്തുമല്ലേ. ചിലപ്പോൾ അത് കുരങ്ങന്മാരുടെ അടുത്തൊക്കെ ആയിരിക്കും അത് പോയി എത്തല്. അതിൽ നിന്ന് പരിണമിച്ച് വന്നതാണ് ഇപ്പം കാണുന്ന നമ്മൾ മനുഷ്യരെ. അപ്പം ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ തലമുറക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് BC ആൻഡ് CE നോക്കാം. കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടമായി വിഭജിച്ചിരിക്കുന്നു. പൊതുവർഷത്തിന് മുമ്പും ബിഫോർ കോമൺ എറ BCE, പൊതുവർഷവും കോമൺ എറ CE ആണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ BC, അപ്പോൾ AD എന്നിങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC ബിഫോർ ക്രിസ്റ്റ് എന്നും ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലം AD എന്നും ആനോ ഡൊമിനി എന്നും അറിയപ്പെടുന്നു. ഇത് യഥാക്രമം BCE എന്നും CE എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ യേശുക്രിസ്തു ജനിക്കുന്നതിൻ്റെ മുമ്പ് പുതുവർഷത്തിൻ്റെ മുമ്പ് പറയുന്നതാണ് അപ്പോൾ BCE. ആ പൊതുവർഷം എന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ശേഷം പറയുന്നതാണ് CE എന്ന് പറയുന്നത് കേട്ടോ. ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണ് നമുക്കറിയാം. ഒരു ലക്ഷം വർഷം എന്നാൽ 10 ലക്ഷം വർഷമാണ് കേട്ടോ. ഇപ്പോൾ BCE ആൻഡ് CE ഇവിടെ ഒരു എക്സാമ്പിൾ ആയിക്കാണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മുമ്പ് എന്ന് പറയുമ്പോൾ അത് പുറകോട്ടാണ് പോവല്. അപ്പോൾ 100 വർഷം അല്ലെങ്കിൽ 200 വർഷം അങ്ങനെ ആയിരിക്കും BC എന്നുണ്ടാവുക. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ശേഷമുള്ളതാണ് CE എന്ന് പറയുന്നത്. അതാണ് മുമ്പോട്ടാണ് അത്. അപ്പം മുമ്പോട്ടില്ല 100, 200, 300 അങ്ങനെ മുമ്പോട്ട് പോകുന്ന വർഷങ്ങളാവും. അപ്പോൾ ഇതാണ് ഒരു ഉദാഹരണമായിക്കാണ്ട് കൊടുത്തിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. ഉത്ഭവം എന്ന് പറഞ്ഞാൽ എന്ന് തൊട്ടാണ് മനുഷ്യൻ ഉണ്ടായതെന്നും, പരിണാമം ഒരു മനുഷ്യൻ എന്ന രീതിയിലേക്ക് എത്തിയ ആ ഒരു സ്റ്റേജിനെയാണ് പരിണാമവും എന്ന് പറയുന്നത്. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഫോസിലുകൾ എന്ന് നോക്കാം.
പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ മനുഷ്യ പരിണാമമാണ്, അതായത് ആദിമ മനുഷ്യരിൽ നിന്ന് ഇന്ന് കാണുന്ന മനുഷ്യന്റെ രൂപത്തിലേക്ക് എത്തിയതിനെയാണ് മനുഷ്യ പരിണാമം എന്ന് പറയുന്നത്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയക്ക് അദ്ദേഹം പരിണാമം എന്ന് പേര് നൽകി. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. അതായത് ഒരുപാട് കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന മനുഷ്യരൂപത്തിൽ എത്തിയതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതിയ ബുക്കാണ്. അപ്പോൾ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത് ആ ബുക്കിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചാൾസ് ഡാർവിനെ പറ്റി നോക്കാം. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എല്ലാ ജീവജാലകങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. അതായത് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നത് ഒരുപാട് സസ്യങ്ങളും മനുഷ്യനൊക്കെ പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് ഒരു സസ്യമായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിയത് എന്നാണ് ചാൾസ് ഡാർവിൻ ഓരോ സിദ്ധാന്തത്തിലൂടെ വിശദീകരിക്കുന്നത്. അതാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് കേട്ടോ. മനുഷ്യരുടെ പൂർവികർ. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കൂ. ഇനി മനുഷ്യന്റെ പരിണാമം നോക്കാം. അപ്പോൾ പ്രൈമേറ്റുകൾ സസ്തനികളിൽ ഒരു വിഭാഗമാണ്. രണ്ടാമത് ഹോമിനോയിഡുകൾ, 4 കാലിൽ നടക്കാൻ പറ്റിയ ജീവികളാണ്. പിന്നെ ഹോമിനീഡുകൾ, അപ്പോൾ ഇരുകാലിൽ നടത്താം. അപ്പോൾ അതിനെ തന്നെ 2 വിഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ആസ്ട്രോപിത്തക്കസും രണ്ടാമത് ഹോമോയും. അപ്പോൾ ആസ്ട്രോപിത്തക്കസ് നമുക്ക് പഠിക്കാനില്ല, നമുക്ക് ഹോമോ എന്ന് നോക്കാം. അപ്പോൾ ഹോമോയെ 3 ഘട്ടങ്ങളാണ് ആക്കിയിട്ടുള്ളത്. ഹോമോ ഹാബിലിൻസ്, അതായത് ഉപകരണ നിർമ്മാതാക്കൾ, ഓരോ ഉപകരണം കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കാൻ പറ്റിയ ആളുകളായി. പിന്നെ ഹോമോ ഇറക്ടസ്, നിവർന്ന് നിൽക്കുന്ന മനുഷ്യരായി. പിന്നെ ഹോമോ സാപ്പിയൻസ്, ബുദ്ധിയുള്ള മനുഷ്യർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമേറ്റുകൾ തൊട്ട് ഹോമോ സാപ്പിയൻസ് വരെയാണ് പരിണാമം എന്ന് പറയുന്നത്. ഹോമോയുടെ ഉപവിഭാഗങ്ങളാണ് ഹോമോ ഹാബിയൻസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് എന്നിവയെന്ന് ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഹോമോ സാപ്പിയൻസ് വിഭാഗത്തിൽ പെടുന്നവരാണ്. അപ്പോൾ നമ്മളൊക്കെ ബുദ്ധിയുള്ള മനുഷ്യരായതുകൊണ്ട് നമ്മളുടെ പരിണാമമാണ് ഏറ്റവും അവസാനത്തെ പരിണാമം കേട്ടോ. അപ്പോൾ മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇനി നമുക്ക് ഒരു കുറിപ്പ് നോക്കാം. മനുഷ്യ പരിണാമം, ഹ്യൂമൻ എവല്യൂഷൻ, നിരവധി ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നടന്ന ജൈവ പരിണാമ പ്രക്രിയയാണ്. ഈ ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് പ്രശസ്ത ശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിനാണ്. അദ്ദേഹം തൻ്റെ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലൂടെ ജീവികൾ പരിണാമത്തിലൂടെ എങ്ങനെ രൂപപ്പെടുന്നുവെന്നതിനെക്കുറിച്ച് വിശദീകരിച്ചു. മനുഷ്യ പരിണാമത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആസ്ട്രോലിപിക്സ് ആയിരുന്നു. ഇവർക്ക് ചെറുതായിരുന്ന തലച്ചോറും 2 കാലിൽ നടക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നു. തുടർന്ന് ഹോമോ ഹാബിലിൻസ് എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യരിൽ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ കഴിവുണ്ടായിരുന്നതായി കണ്ടു അത്രേ. തുടർന്ന് ഹോമോ എറക്സസ് തീ ഉപയോഗിക്കാൻ തുടങ്ങി. കൂടാതെ മറ്റു ദേശങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്തു. അപ്പോൾ നിയാൻഡർത്താൽ മനുഷ്യൻ സാമൂഹിക ജീവിതത്തിൽ പുരോഗതി കൈവരിച്ചവരായി. അപ്പോൾ ഒടുവിൽ ഹോമോ സാപ്പിയൻസ്, അതാണ് അവസാനത്തെ മനുഷ്യവർഗം, അതായത് ആധുനിക മനുഷ്യർ. അപ്പോൾ ഏറെ ബുദ്ധിശക്തിയുള്ളവരായി അപ്പോൾ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലും ഭാഷാ വികസനത്തിലും മുന്നേറ്റം കുറിച്ചു. ഈ ഘട്ടങ്ങൾ എല്ലാം മനുഷ്യൻ ഇന്ന് ഉണ്ടായിരുന്നതിനുള്ള വളർച്ചയുടെ പടവുകളാണ്.
അതായത് മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അതിന്റെ ഓരോ സവിശേഷതകളുമാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി മനുഷ്യ വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നോക്കാം. ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത്. അതായത് കാടുകളിലാണ് അവർ താമസിച്ചിരുന്നത്. കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു. ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധങ്ങളാക്കിയിരുന്നത്. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ 3 ഘട്ടങ്ങളായി തിരിക്കാം. അപ്പോൾ ശിലായുഗം പറയുന്നത് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അപ്പോൾ എന്താണ് ശിലായുഗം എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വിവിധ ശിലായുഗ ഘട്ടങ്ങളുടെ സവിശേഷതകൾ ശ്രദ്ധിക്കാം നമുക്ക്. അപ്പോൾ പ്രാചീന ശിലായുഗം. ശിലായുഗത്തിലെ ആദ്യഘട്ടം പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി. അതായത് ആദ്യ പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ശിലായുഗ കാലഘട്ടമാണ്. ചെറിയ ചെറിയ പരുക്കൻ കല്ലുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അത് എന്തിനൊക്കെ വേണ്ടിയാണ്? ശേഖരണത്തിന്, വേട്ടയാടാനൊക്കെയാണ് അവർ യൂസ് ചെയ്തത്. അപ്പോൾ രണ്ടാമത് മധ്യശിലായുഗം. സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഭക്ഷ്യയോഗ്യമായ പുല്ലിനകളും മത്സ്യവും ഭക്ഷണമാക്കി. മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി. അതായത് മധ്യശിലായുഗത്തിൽ വരുമ്പോൾ കുറച്ചും കൂടി സൂക്ഷ്മ ശിലകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അവർ പുല്ലൊക്കെ ചെത്താനും മീനൊക്കെ നന്നാക്കാനും അതേപോലെ മൃഗങ്ങളുടെ തോല് ശേഖരിക്കാനും എല്ലാം തുടങ്ങി എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ശിലായുഗമാണ് നവീന ശിലായുഗം. അപ്പോൾ കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു കൃഷി ആരംഭിച്ചു. ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ്? കുറച്ചും കൂടി മിനുസപ്പെടുത്തിയ കല്ലുകളാണ് അവർ നവീന ശിലായുഗത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആ ഒരു കാലഘട്ടത്താണ് കൃഷി ആരംഭിച്ചതും ചക്രം കണ്ടുപിടിക്കുന്നതും മൺപാത്ര നിർമ്മാണമൊക്കെ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ എന്താണ് 3 ശിലായുഗങ്ങൾ നമ്മൾ നോക്കി. ഇനി നോക്കുന്നത് ബിംബയിക്ക. അപ്പോൾ ശിലായുഗം മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമാണ് മധ്യപ്രദേശിലെ ബിംബയിക്ക. അപ്പോൾ പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. അവരുടെ ആശയവിനിമയത്തിന് തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ. അപ്പോൾ എന്താണ് ബിംബെടുക്ക എന്നാൽ? അപ്പോൾ ശിലായുഗ മനുഷ്യർ താമസിച്ചിരുന്ന ഒരു ഗുഹയാണ്. ആ ഗുഹയിൽ ഒരുപാട് ഗുഹാചിത്രങ്ങൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്താണ്? അവരുടെ ജീവിത രീതി കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിവയുടെ പ്രത്യേകതകൾ സ്തൂപ്പുകളിൽ എഴുതി ബൗളിൽ വെക്കുക. വിവിധ ശിലായുഗങ്ങളുടെ പേരുകൾ എഴുതിയ ചാർട്ടുകൾ ക്ലാസ്സിൽ ക്രമീകരിക്കുക. കുട്ടികൾ സ്തൂപ്പുകൾ എടുത്ത് ഉചിതമായ രീതിയിൽ ചാർട്ടിൽ ഒട്ടിക്കുക. ഈ ഒരു പ്രവർത്തനം നിങ്ങൾ ടീച്ചറുമായി കണ്ട് കൂട്ടി ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും. അപ്പോൾ കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിര താമസം അനിവാര്യമായി വന്നു. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിര താമസം ഉറപ്പിച്ചു. അതായത് കൃഷി ആരംഭിച്ചതോടെ അവർ സ്ഥലങ്ങളൊക്കെ താമസമൊക്കെ എന്താക്കി? ആ ഒരു കൃഷീൻ്റെ അടുത്താക്കി. കാരണം എന്താണ്? അത് നോക്കാനും വേണ്ടിയല്ലേ. അപ്പോൾ വാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം? അപ്പോൾ സ്ഥിരവാസവും മാറ്റങ്ങളും. വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികസനം പ്രാപിച്ചു. അതായത് ഓരോ സ്ഥലത്ത് അവർ താമസിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടി നല്ലോണം ഇടപഴകാനും നല്ല ബന്ധത്തിലായി. അങ്ങനെ എന്തായി? ഓരോ സ്ഥലത്ത് വീടുകളൊക്കെ വന്നുകൊണ്ട് ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ശിലയിൽ നിന്നും ലോഹത്തിലേക്ക്. അപ്പോൾ മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. അപ്പോൾ ഇവ ഏത് വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അപ്പോൾ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് പാറയാണ്. അത് രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ലോഹങ്ങളാണ് ട്ടോ.
മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം എന്ന് പറയുന്നത്. അപ്പൊ ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്നാണ് വിളിച്ചിരുന്നത്. മണ്ണ് ഉഴുതുമറിക്കാനും മരങ്ങൾ അവ മുറിക്കാനും ഒക്കെയാണ് കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്താണ് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹ സങ്കരം അവർ നിർമ്മിച്ചു. അപ്പോൾ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം വെങ്കലയുഗം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ആയുധങ്ങളും ഉപകരണങ്ങളും ലോഹം കൊണ്ട് ഉപയോഗിച്ച കാലഘട്ടത്തെ ലോഹയുഗം എന്നും, അപ്പോൾ ആയുധങ്ങളും ഉപകരണങ്ങളും വെങ്കലം കൊണ്ട് ഉപയോഗിച്ച കാലഘട്ടത്തെ വെങ്കലം യുഗം എന്നാണ് അറിയപ്പെടുന്നത്. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ മനുഷ്യ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായി. അവ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ. അപ്പോൾ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് സഹായകമായി. കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി. അപ്പോൾ കാർഷിക വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികസനത്തിനും വഴിയൊരുക്കി. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപപ്പെട്ടു. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? കൃഷിയിടങ്ങളൊക്കെ വ്യാപിച്ചു. അതിന് ശേഷം അതിനൊക്കെ നല്ല വർധനവുണ്ടായി. പിന്നെ ഉൽപാദനമൊക്കെ ഒരുപാട് കൈമാറ്റ കേന്ദ്രങ്ങളൊക്കെ വികസിച്ചു വന്നു. പിന്നെ അത് എന്തൊക്കെയായി? പട്ടണങ്ങളും നഗരങ്ങളൊക്കെ ആയി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ശിലായുഗത്തിലെയും വെങ്കലായുഗത്തിലെയും മനുഷ്യ ജീവിതത്തിന്റെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ഇനി നമുക്ക് ഈ കുറിപ്പ് തയ്യാറാക്കി നോക്കിയാലോ? അപ്പോൾ ശിലായുഗവും വെങ്കലായുഗവും മനുഷ്യ ചരിത്രത്തിലെ പ്രധാനമായ രണ്ട് പുരാതന യുഗങ്ങളാണ്. ശിലായുഗത്തിൽ മനുഷ്യൻ പ്രധാനമായി കല്ലുകൊണ്ട് ഉപകരണങ്ങൾ നിർമ്മിച്ച് വേട്ടയും ശേഖരണവുമായിരുന്നു ഉപജീവന മാർഗം. ഇവർ ഗുഹകളിൽ താമസിച്ചു തീ കണ്ടെത്തുകയും ഉപയോഗിച്ചതും വലിയ ഒരു പുരോഗതിയായി. പിന്നീട് കൃഷി ആരംഭിക്കുകയും മനുഷ്യൻ സ്ഥിര താമസത്തിനായി ഗ്രാമങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. വെങ്കലയുഗത്തിൽ മനുഷ്യൻ താമ്യം പിന്നീട് വെങ്കലം ഉപയോഗിച്ച് കൂടുതൽ ദൈർഘ്യമേറിയ ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ തുടങ്ങി. ഈ യുഗത്തിൽ കൃഷിയും പശുപരിപാലനവും കൂടുതൽ പുരോഗതിയുണ്ടായിരുന്നു. വ്യാപാരം തുടങ്ങിയതോടെയാണ് സാമ്പത്തിക വ്യവസ്ഥയുടെ ആരംഭം. ശിലായുഗത്തേക്കാൾ കൂടുതൽ സുഷിരമായ സാമൂഹിക സംവിധാനം വെങ്കലയുഗത്തിൽ നിലനിന്നിരുന്നു. മതാചാരങ്ങൾക്കും കലാരൂപങ്ങൾക്കും വളർച്ചയുണ്ടായി. ഇതുവരെ പ്രകൃതിദേവതകളെ ആഴമായുള്ള വിശ്വാസമായിരുന്നതിനാൽ മതം ഉയർന്നതിന്റെ തുടക്കവും വെങ്കലയുഗത്തിൽ കാണാം. ഇങ്ങനെ ശിലായുഗത്തിൽ നിന്ന് വെങ്കലയുഗത്തിലേക്ക് മനുഷ്യൻ വളർന്നതോടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ കാണാം. എളുപ്പവും സുഖവുമായ ജീവിതത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പായിരുന്നു അത്. അപ്പോൾ ഇനി നോക്കാനുള്ളത് വെങ്കലയുഗ സംസ്കാരങ്ങളെ പറ്റിയാണ്. വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അത്തരത്തിൽ രൂപപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ ഹാരപ്പൻ, ചൈനീസ്, ഈജിപ്ഷ്യൻ, മെസൊപ്പൊട്ടാമിയൻ. അപ്പോൾ ഈ 4 വെങ്കല സംസ്കാരങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ വെങ്കല യുഗത്തിൽ നിലനിന്നിരുന്ന 4 പ്രധാന സംസ്കാരങ്ങൾ ചുവടെ നൽകിയിട്ടുള്ള ഭൂപടത്തിൽ കണ്ടെത്തൂ. അപ്പോൾ നിങ്ങൾ ആ ഭൂപടം ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ ഭൂപടം നിരീക്ഷിച്ച് പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ വികസിപ്പിച്ചു വന്ന നദീതടങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ മെസൊപ്പൊട്ടോമിയൻ അപ്പോൾ യൂപ്രട്ടീസ് ടൈഗ്രിസ് നദികളാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ നൈൽ നദി. അപ്പോൾ ഹാരപ്പൻ സിന്ധു നദി. ചൈനീസ് ഹുവാങ്ഹോ നദി എന്നിവയാണ് സംസ്കാരങ്ങൾ വികസിപ്പിച്ചു വന്ന നദീതടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? അതായത് ഫലപുഷ്ടമായ മണ്ണ്, ജലലഭ്യത, അനുകൂലമായ കാലാവസ്ഥ എന്നീ സാഹചര്യം കൊണ്ടാണ് അപ്പോൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത്. ഇനി മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം. അപ്പോൾ ഭൂപടം നിരീക്ഷിച്ച് മെസൊപ്പൊട്ടേമിയയുടെ സ്ഥാനം കണ്ടെത്തൂ. ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസൊപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്? യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദികളുടെ ഇടയിലാണ്
അപ്പോൾ മെസോപ്പൊട്ടേമിയ സംസ്കാരം സ്ഥിതി ചെയ്യുന്നത്. മെസോപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികളിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഇറാഖിന്റെ ഭാഗമാണ് ഈ ഒരു പ്രദേശം. യുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു മെസോപ്പൊട്ടേമിയ സംസ്കാരം എന്ന് പറയുന്നത്. നഗരജീവിതവും എഴുത്തുവിദ്യയും. മെസോപ്പൊട്ടേമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു. മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉർ, ഉറൂക്ക്, ലഗാഷ് മുതലായവ. മെസോപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം ക്യൂണിഫോം എന്ന് അറിയപ്പെട്ടു. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത്. കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈർത്ത തണ്ടുകളായാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. ഇനി എന്തൊക്കെയാണ് മെസോപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ എന്ന് നോക്കാം. അപ്പോൾ ശാസ്ത്രവും ഗണിതവും നൽകിയ സംഭാവനകൾ: ചാന്ദ്രപഞ്ചാംഗം, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി, ഹരണവും ഗുണിതവും. ഇനി നിയമപരമായി എന്തൊക്കെ സംഭാവനകളാണെന്ന് നോക്കാം. സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഗുൺഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ഇനി എന്താണ് നിയമസംഹിത എന്ന് നോക്കാം. അപ്പോൾ ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണിത്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായി ഇത് അറിയപ്പെടുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഈ നിയമസംഹിതയിൽ നിന്നുള്ളതാണ്. ഇനി എന്താണ് സിഗുറാത്തുകൾ എന്ന് നോക്കാം. അപ്പോൾ മെസോപ്പൊട്ടേമിയക്കാരുടെ ആരാധനാലയങ്ങൾ സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായ നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരിക്കുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത്. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ഇനി ഒരു ചോദ്യമാണ്, മെസോപ്പൊട്ടേമിയക്കാരുടെ സാംസ്കാരിക സംഭാവനകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ മെസോപ്പൊട്ടേമിയക്കാർ മനുഷ്യ ചരിത്രത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട സാംസ്കാരിക സംഭാവനകൾ നൽകി. അപ്പോൾ ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികളിൽ ഉണ്ടായിരുന്ന ഈ പുരാതന സംസ്കാരത്തിൽ എഴുത്തിന്റെ ആരംഭം എന്നായിരുന്നു ഏറ്റവും വലിയ സംഭാവന. സുമേര്യവാസികൾ വികസിപ്പിച്ചെടുത്ത ക്യൂണിഫോം എഴുത്ത് രീതിയാണ് മനുഷ്യൻ ആദ്യമായി ആശയങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിച്ചത്. ഹമ്മുറാബിയുടെ നിയമസംഗ്രഹം ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയായി പരിഗണിക്കപ്പെടുന്നു. ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും തുടങ്ങിയവയിൽ അവർ നൽകിയ സംഭാവനകൾ ഇന്നും ഉപയോഗത്തിലാണ്. ഉദാഹരണത്തിന് 60 അധിഷ്ഠിത സംഖ്യാവ്യവസ്ഥ, 12 മാസത്തിലുള്ള കലണ്ടർ തുടങ്ങിയവ. കൂടാതെ സിഗുറാത്ത് പോലെയുള്ള ദേവാലയങ്ങൾ, ആധുനിക നഗര നിർമ്മാണ ധാരണയുടെ ആരംഭം, അപ്പോൾ ജലസേചന സംവിധാനങ്ങൾ എന്നിവയും മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ സവിശേഷതകളാണ്. ഇവയുടെ സാംസ്കാരിക അവകാശ വകുപ്പുകൾ ആധുനിക ലോകത്തിന് ശക്തമായ അടിസ്ഥാനം ഒരുക്കി. അപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റിയാണ്. ആ ഭൂപടം 1.1 നിരീക്ഷിക്കൂ. ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം കണ്ടെത്തൂ. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് എന്ന് നിങ്ങൾ കണ്ടല്ലോ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം കെയ്റോ ആയിരുന്നു. അപ്പോൾ ഈജിപ്തിലെ രാജാക്കന്മാർ ഫറോവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. അവ ഗോതമ്പ്, ബാർലി, തിന, പയർവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു. ഈ കാർഷിക സമ്പ്രദായമാണ് നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതിനാൽ ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇനി എന്താണ് പിരമിഡുകൾ എന്ന് നോക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഫറോവമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. അതായത് ഈജിപ്തിലെ ഓരോ ആൾക്കാർ മരിക്കുമ്പോൾ ആ ഒരു ശരീരത്തെ സൂക്ഷിച്ചിരുന്നത് പിരമിഡുകളിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓരോ ശവങ്ങളെയാണ് മമ്മികൾ എന്ന് പറയല്. നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് മമ്മികൾ? അപ്പോൾ മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്ക് ഉണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃത
മൃതദേഹമാണ് മമ്മി എന്നറിയപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫറാവോ എന്ന് പറഞ്ഞ രാജാക്കന്മാരാണ് കേട്ടോ. അപ്പോൾ ഫറാവോ ആയിരുന്ന തൂതൻ ഖമാൻ്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. ഇനി പറയാൻ പോകുന്നത് ഈജിപ്തിലെ എഴുത്തുവിദ്യയെ പറ്റിയാണ്. അപ്പം മെസോപ്പൊട്ടേമിയതുപോലെ ഈജിപ്തിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ പുരാതന ഈജിപ്തുകാരുടെ എഴുത്തുലിപി ഹൈഡ്രോഗ്ലിഫിക് ആയിരുന്നു. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിച്ചേർന്ന ലിപിയാണിത്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈഡ്രോഗ്ലിഫിക് എന്ന വാക്കിന്റെ അർത്ഥം. വലതു നിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരുന്നത്. ഇനി പറയുന്നത് ഈജിപ്തിലെ ശാസ്ത്ര നേട്ടങ്ങളാണ്. അപ്പോൾ ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിയൻ പുരോഗതി കൈവരിച്ചിരുന്നു. അപ്പോൾ ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിയൊക്കെ അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു. സങ്കലനം, വ്യവകലനം എന്നിവ ഇവയുടെ സംഭാവനകളായിരുന്നു. 30 ദിവസം വീതിയുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗര പഞ്ചാംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന കലണ്ടറിൽ എത്ര മാസങ്ങളാണുള്ളത്? ഓരോ മാസത്തിലും 30 ദിവസങ്ങളാണോ ഉള്ളത്? നിങ്ങളുടെ വീട്ടിലെ കലണ്ടർ നിരീക്ഷിച്ച് ഓരോ മാസത്തിലും എത്ര ദിവസങ്ങൾ വീതമാണുള്ളത് എന്ന് കണ്ടെത്തി എഴുതൂ. അപ്പോൾ ഈ ഒരു വർഷം 2025 എല്ലാ മാസവും അതേപോലെ എത്ര ദിവസങ്ങളാണ് അതിലുള്ളത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു വർഷത്തെ കലണ്ടറാണ്. എല്ലാ വർഷവും ഒരേപോലെ ആവില്ല. എല്ലാ വർഷവും വേറെ വേറെ നമ്പറുകളായിരിക്കും ഓരോ അക്കങ്ങളിലും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ചൈനീസ് സംസ്കാരം. ഹൊയാങ് ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. കൃഷിയായിരുന്നു ഈ ഒരു സംസ്കാരത്തിന്റെ അടിത്തറ. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. അപ്പോൾ എഴുത്ത് സമ്പ്രദായം ഇനി നമുക്ക് നോക്കാം ചൈനക്കാരുടെ. അപ്പോൾ ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതലേ തന്നെ എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നു പ്രചാരണത്തിലുണ്ടായിരുന്നത്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നു. അപ്പോൾ ആ ഒരു ചൈനീസ് ലിപിയാണ് ഉദാഹരണമായിക്കാണ്ട് ചിത്രസഹിതം അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള പ്രവർത്തനം നോക്കാം. മെസോപ്പൊട്ടേമിയ, ഈജിപ്ത്, ചൈന എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്തു രീതിയുടെ പ്രത്യേകതകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ സംസ്കാരം മെസോപ്പൊട്ടേമിയ. ലിപി എന്ന് പറയുന്നത് ക്യൂണിഫോം ലിപിയാണ്. അപ്പോൾ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ഇനി ഈജിപ്ത് എന്ന് പറയുന്നത് ഹൈഡ്രോഗ്ലിഫ്റ്റ് ആണ്. അപ്പോൾ ഹൈഡ്രോഗ്ലിഫ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധ എഴുത്ത് എന്നാണ്. ഇനി ചൈന, അപ്പോൾ ചൈനീസ് ലിപിയാണ്. ചിത്രങ്ങളാണ് അക്ഷരങ്ങൾക്ക് പകരം ഉപയോഗിച്ചത്. ഇനി എന്താണ് ഹാരപ്പൻ സംസ്കാരം എന്ന് നോക്കാം. വെങ്കല യുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെയാണ് ഈ ഒരു സംസ്കാരത്തിന്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത്. അപ്പോൾ ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാലാണ് ഈ ഒരു സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഈ ഒരു സംസ്കാരം ഉടലെടുത്ത് സിന്ധു നദീതടത്തിലായതിനാൽ സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു സംസ്കാരം വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ ഒരു സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. ഇനി ആ ഒരു ചിത്രത്തിലേക്ക് നോക്കൂ. അതിൻ്റെ അടുത്തായി തന്നെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇന്ത്യൻ്റെ ഭൂപടമാണ്. അതിലെവിടെയാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് നിരീക്ഷിക്കൂട്ടോ. ഇനി പറയുന്നത് സർ ജോൺ മാർഷലിനെ പറ്റിയാണ്. അപ്പോൾ ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അപ്പോൾ ASI. അപ്പോൾ 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. ഇനി ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഭൂപടം നിരീക്ഷിച്ച ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താം. അപ്പോൾ മോഹൻജൊദാരോ, പിന്നെ ഹാരപ്പ, ലോഥാൽ, കാലിബംഗാൾ,
അപ്പോൾ ഇതാണ് ഉത്തരങ്ങൾ. ഇനി നമുക്ക് നഗരാസൂത്രണം നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണ് അവർ വീടുകൾ നിർമ്മിച്ചത്. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയായിരുന്നു. വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം. അപ്പോൾ അതിനെയാണ് നഗരാസൂത്രണം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് മോഹൻ സിത്താരയിലെ വലിയ കുളം. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു മോഹൻജിദാരോ. അപ്പോൾ വലിയ കുളമാണ് ഈ നഗരത്തിലെ ഏറ്റവും സവിശേഷമായ നിർമ്മിതി. ഈ കുളത്തിനരികിൽ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ഉണ്ടായിരുന്നു. അപ്പോൾ ശുദ്ധജലം നിറക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുക്കുവാനുമുള്ള സംവിധാനം ഇവിടെ നിലനിന്നിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞുകാണ്ട്. ആ കുളം നോക്കിയാൽ തന്നെ പണ്ട് കാലത്ത് ആദ്യം ഉണ്ടായ ഒരു കുളമാണത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ധ്യാനപുര. ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. അപ്പോൾ ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥാർ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്യുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്ര ശേഷിപ്പാണ് ധ്യാനപുര. ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ ധാന്യപുരയുടെ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞ് അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് കരകൗശല വിദ്യ. ഹാരപ്പൻ ജനത കരകൗശല വിദ്യയിൽ വൈവിധ്യമുള്ളവരായിരുന്നു. ചുവടെ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. എന്തൊക്കെ കരകൗശലങ്ങളാണോ അവർ ചെയ്തിരുന്നത്? അപ്പോൾ കളിപ്പാട്ട നിർമ്മാണം, മുദ്രകൾ നിർമ്മിക്കൽ, പിന്നെ നർത്തകിയുടെ വെങ്കല പ്രതിമ നിർമ്മിക്കൽ, പിന്നെ മൺപാത്ര നിർമ്മാണം, പിന്നെ ആഭരണ നിർമ്മാണം എന്നീ നിർമ്മാണങ്ങളായിരുന്നു കരകൗശലയിൽ അവർ നിർമ്മിച്ചിരുന്നത്. ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് ഹാരപ്പൻ ജനതയുടെ കരകൗശല വിദ്യയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്? കണ്ടെത്തിയ ആശയപടം പൂർത്തിയാക്കൂ. അപ്പോൾ എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചത്? ആഭരണ നിർമ്മാണം, പിന്നെ കളിപ്പാട്ട നിർമ്മാണം, നർത്തകിയുടെ വെങ്കല പ്രതിമ നിർമ്മിക്കൽ, പിന്നെ മൺപാത്ര നിർമ്മാണം, മുദ്രകൾ നിർമ്മിക്കൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഹാരപ്പൻ ജനതയുടെ കരകൗശല വിദ്യയിൽ നമ്മൾ അപ്പം നിർമ്മിക്കൽ ഏതൊക്കെയാണെന്ന് നോക്കിയത് കേട്ടോ. സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു. ഹാരപ്പൻ നഗരങ്ങളിൽ നിന്നും കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, വെങ്കല പ്രതിമ എന്നിവയെല്ലാം ഹാരപ്പൻ ജനതയുടെ കലാവൈദഗ്ധ്യങ്ങളും പ്രകടമാക്കുന്നു. ഇനി നമുക്ക് ഹാരപ്പൻ ജനതയുടെ എഴുത്തുവിദ്യയെ പറ്റി നോക്കാം. അവിടുത്തെ എഴുത്തും കാര്യം നോക്കാം. അപ്പോൾ ഹാരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്ത് രീതി ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുത്തിനായി ഉപയോഗിച്ചിരുന്നത്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും കാണപ്പെട്ടത്. അപ്പോൾ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ചിഹ്നങ്ങളായിരുന്നു അധികം ഉപയോഗിച്ചിരുന്നത് എഴുത്തിനയക്കാണ്ട്. ഇനി നമുക്ക് ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച നോക്കാം. ഏകദേശം BCE 1900 കൂടി ഹാരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. അവയിൽ ചിലത് നമുക്ക് പരിശോധിക്കാം. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം, അപ്പോൾ നിരന്തരമായ പ്രളയം, വനനശീകരണം, ഭൂമിയുടെ അമിതമായ ഉപയോഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ നാശത്തിന് കാരണമെന്നാണ് പറയുന്നത്. പ്രാചീന കാലത്തെ മനുഷ്യ ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് ഏറെ ദുഷ്കരവും ശ്രമകരവുമായ പ്രവൃത്തിയാണ്. എഴുതപ്പെട്ട തെളിവുകളൊന്നും ലഭ്യമല്ലാത്ത ചരിത്രാതീത കാലഘട്ടത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ ചരിത്രശേഷിപ്പുകളായ പുരാവസ്തു തെളിവുകൾ മാത്രമാണ് നമുക്ക് ആശ്രയം. ഇത്തരം തെളിവുകൾ വിശകലനം ചെയ്യാനാണ് ചരിത്രകാരന്മാർ അപ്പം മനുഷ്യരുടെ ഉൽപ്പത്തി മുതൽ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഫോസിൽ അവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗ കാലത്തെ മനുഷ്യരെക്കുറിച്ച് നമ്മോട് പറയുന്നു. അപ്പം നവീന ശിലായുഗ കാലത്തെ കൃഷിയുടെ ആരംഭവും
സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികസനവും മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളുമായിരുന്നു. വെങ്കല യുഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങൾ ആ കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങളുടെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു. പ്രാചീന സംസ്കാരങ്ങളിൽ രൂപപ്പെട്ട രീതികളും അറിവുകളുമാണ് ഇന്നത്തെ സംസ്കാരത്തിന്റെ അടിത്തറ. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയാകാം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം.